എന്നാലും കേസിന് ഇത്രയും തുമ്പുണ്ടാക്കിയ നമ്മൾ ഓട്ടോറിക്ഷക്കാരെ കമ്മീഷണർ തള്ളി പറഞ്ഞ ശരിയായില്ല. ഈ കേസ് എങ്ങാനും തെളിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നത് പോലീസുകാർക്ക് സഹിക്കാൻ പറ്റുമോ? എന്തായാലും നമ്മുടെ സഹായമില്ലാതെ പോലീസുകാർക്ക് ഈ കേസ് തെളിയിക്കാൻ പറ്റും. എന്തെത്ര ഉറപ്പ്? ഡിപ്പാർട്ട്മെന്റിലെ ചില ഓഫീസേഴ്സ് ഈ ടെററിസ്റ്റ് ഗ്യാങ്ങിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പത്രത്തിൽ വായിച്ചിരുന്നു. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്നും ആ ഗ്യാങ് തട്ടിയെടുത്തു എന്നൊരു കള്ളം ഞാൻ കമ്മീഷണറോട് പറഞ്ഞു. അതുകൊണ്ടെന്താ? മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് PNTയിലെ ലോനപ്പൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഫോണിനകത്തൊരു കാർഡുണ്ട്, സിം കാർഡ് എന്ന് പറയും. അതുവഴി ഫോണിന്റെ ഓണറെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴിനി അടുത്ത പരിപാടി മൊബൈൽ ഫോൺ ഓഫീസ്. നല്ല AC ഓഫീസ്. ജോൺ, കമ്പ്യൂട്ടർ റെക്കോർഡ്സിൽ നിന്നും 41038ന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാവോ? ഒരു ചെറിയ ഫോൺ കിട്ടപ്പോ ഇത്രയും പൊല്ലാപ്പ്. ഇതുപോലെ വലുതെങ്ങനായിരുന്നെങ്കിലോ? സോറി മാഡം. ആക്ച്വലി കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞങ്ങളാർക്കും കൊടുക്കാറില്ല. നീ ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. എന്നും ഞങ്ങളെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യുന്ന നിങ്ങളൊരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കുമ്പോ താങ്ക്സ്. ഈ കസ്റ്റമറുടെ പേരിൽ തന്നെ 5 കണക്ഷൻസ് ഉണ്ട് ഡാന. ഓക്കേ, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗുഡ് മോർണിംഗ് BPL മൊബൈൽ. മിസ്റ്റർ കെവിൻ ഫെർണാണ്ടസ്, 33/421 ആദർശ് നഗർ.